ന്യായാധിപന്മാർ. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫൂണിലോട്ട് ചെന്നു. ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ അതിർത്തി കടന്നപ്പോൾ നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്ക് ഇരയാക്കും. ജെഫ്ത അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യരുമായി ചേർന്നു. കർത്താവ് അവരെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നുവോ? ജെഫ്ത ശിലായോട് കാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലെയാദ്കാരൻ എഫ്രായിമിനെയും മനാസെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലെയാദ്കാർ അവനെ തകർത്തു കളഞ്ഞു. എഫ്രായിംകാരോട് ഗിലെയാദ്യർ യോർദ്ദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥിയായി എപ്പോഴും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലെയാദ്കാർ ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് നീ ഷീലോബാത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. അവർ ശരിയായി ഉച്ചരിക്കാതെ സിബിലോൺ ബാത്ത് എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ജെഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദ്കാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ഇബ്സാൻ. അവനുശേഷം ബത്ശേകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായാധിപൻ നടത്തി. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ച് ബത്ശേമയിൽ അടക്കപ്പെട്ടു. ഏലോൺ. അവനുശേഷം സെബുലൂൺകാരനായ ഏലോൺ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ഏലോൺ മരിച്ചു. സെബുലൂൻ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു. അബ്ദോൻ. പിന്നീട് പെരേഥ്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേൽ ന്യായാധിപനം നടത്തി. അവന് 40 പുത്രന്മാരും 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ 8 വർഷം ന്യായപാലനം നടത്തി. പെറോത്യനായ ഫില്ലേലിൻ്റെ പുത്രൻ അബിലോൺ മരിച്ചു. അമലോക്യരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറത്തോൻ സംസ്കരിക്കപ്പെട്ടു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.